പോലീസുകാരന്റെ കൈ കയറി പിടിക്കുന്നു. നിന്റെ പേര് ഷഫീഖ് ഷംസുദ്ദീൻ അല്ലേ? ഷഫീഖ് ഷംസുദ്ദീൻ അല്ലേ? വകുപ്പ് ഞാൻ പറഞ്ഞുതരാം. ഞാൻ പറയുന്ന പോലെ തന്നെ എഴുതണം. നീ കൊണ്ടുകൊടുത്ത് മറ്റോനുണ്ടല്ലോ, അവനെ പിടിച്ചിട്ടുണ്ട്. എനിക്കൊന്നും അറിയില്ല സാർ. ഇരിക്കണോ? അറിയുന്നു. വാശിരിക്കെ പെട്ടെന്ന് ഒരു തായം കേട്ടു. ഇരിക്കണോ? ആദ്യമായിട്ട് എങ്ങനെ ഒരു സംഭവം. സഫീറ, വിഷമിക്കാതിരി, എല്ലാം ശരിയാവുന്നേ. എന്ത് പറഞ്ഞു? NDPS ആക്കാനാ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ശരി. എന്താ ചെയ്യുമല്ലേ? നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല സുഖേറെ. വലിയ കേസാണ്. അജിത് രംഗൻ SI. അയാളുടെ അടുത്ത് ഇതൊന്നും പറയാൻ പറ്റത്തില്ല നമുക്ക്. കണ്ടോ, 2 പേര് എഴുതാൻ നിൽക്കുന്നത്. മിനിമം ഒരു 7 വർഷം അതിനുള്ളതുണ്ട്. ഇവനാണിത് കൊണ്ടുവന്നുള്ളത് ഉറപ്പാണ് ജമാലെ? സമ്മതിച്ചിട്ടുണ്ട്. അകത്ത് ആ വക്കീലും അവനും ആ മേടിച്ചോനും ഇരിപ്പുണ്ട്. എന്നാ വിട്ടോ. ജമാലെ, അസ്സലാമു അലൈക്കും. വലൈക്കും സലാം. ശരി, എന്നാ ശരി. ജോസേ, അത് മിക്കവാറും NDPS ആണ്. ചിട്ടയുടെ പൈസ വെച്ചിട്ട് അപ്പൊ വക്കീല് പറയുന്ന കൂട്ടല്ല കാര്യങ്ങൾ. പാറത്തോടുള്ളൊരു ഷഫീഖ് ഗൾഫിൽ നിന്ന് മടങ്ങി വരുമ്പോൾ സുഹൃത്തും നടനും ഡോക്ടറുമായത് ഇന്ത്യർക്ക് ഒരു ഹുക്ക കൊണ്ടുവന്ന് കൊടുക്കുന്നത് ഇന്ത്യൻ നിയമപ്രകാരം ഒരു കുറ്റമേ അല്ല. മനസ്സിലായില്ലേ? പക്ഷേ അതിൻ്റെ കൂടെ ഈ കൊണ്ടുവന്ന ചുക്കുണ്ടല്ലോ, ഇതിൻ്റെ അകത്ത് കഞ്ചാവോ വല്ല മയക്കുമരുന്നിൻ്റെ അംശം ഉണ്ടെങ്കിൽ കേട്ടോ. അയ്യോ സാർ, വക്കീല് കഞ്ചാവ് സാറേ, എയർപോർട്ടിൽ വെച്ച് ചെക്കിങ്ങും മറ്റ് കലാപരിപാടികളെല്ലാം കഴിഞ്ഞുകൊണ്ടുവന്ന സാധനമാണ്. അല്ല വക്കീലേ, ഈ എയർപോർട്ട് വഴി തന്നെയല്ലേ ഈ കള്ളക്കടുത്ത സാധനങ്ങളൊക്കെ കൊണ്ടുവരുന്നത്? അവിടെ പിടിച്ചില്ലെന്ന് വെച്ച് സാധനം അതല്ലാണ്ടാവൂ. കേടന്ന് മൂന്ന്. അപ്പൊ വക്കീലേ, ഇപ്പൊ ഞാൻ പറഞ്ഞു തന്നതേ, ഈ പറഞ്ഞ എന്തെങ്കിലും സാധനം ഇതിനകത്തുണ്ടെങ്കിലേ പെടാൻ പോകുന്ന ഏത് വകുപ്പിലാന്നറിയോ? UAE എന്ന രാജ്യത്തിൽ നിന്ന് നെടുമ്പാശ്ശേരി എയർപോർട്ട് വഴി ഇന്ത്യ എന്ന മഹാരാജ്യത്തിലേക്ക് മയക്കുമരുന്ന് കടത്തിയ ഷഫീഖ് ഷംസുദ്ദീനെ ഈ അജിത് രംഗം പിടിച്ചു. എങ്ങനെ പെടും വക്കീലെ? പോരാത്തതിനെ കൂട്ടുകാശി ഒരു സീരിയൽ നടനുവാ, വാർത്താ പ്രാധാന്യമായി. അപ്പൊ പെടൂലേ? പെടും പെടും പെടും. നിങ്ങളങ്ങോട്ട് മാറി.
പുറത്താരടോ കുറച്ച് പേര്? അത് പിന്നെ സാറേ, ആ. രാവിലെ എനിക്കൊരു അനോണിമസ് കോൾ കിട്ടിയിരുന്നു. ആ. ഒരു ഇനോവ കാറിൽ കുഴൽപ്പണം കടത്തുന്നു എന്ന് പറഞ്ഞു. എടോ കേക്കാം, പറ. സാറേ കേൾക്കാമോ? എടോ കേക്കാടോ, പറയടോ. രാവിലെ 5:30 ആയപ്പോ എനിക്കൊരു അനോണിമസ് കോൾ വന്നായിരുന്നു സാർ. എന്നിട്ട്? ഒരു ഇന്നോവയ്ക്കകത്ത് കുഴൽപ്പണം കടത്തുന്നു. എന്നിട്ട് ഇനോവ കിട്ടിയോ? ഇന്നോവ കിട്ടിയില്ല, ഒരു ഹോണ്ട സിറ്റിയാ കിട്ടി. അതിനകത്തുനിന്ന് പിന്നെ ഹുക്ക, ചുക്ക, അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ കിട്ടി സാർ. എടോ സംശയാസ്പദമായ എന്തെങ്കിലും ഉണ്ടോ? ഒറ്റ നോട്ടത്തെ എനിക്ക് സംശയം തോന്നി സാറേ. എടോ ആ ചുക്കയുടെ ഒക്കെ സാമ്പിള് ടെസ്റ്റ് ചെയ്യാൻ വിട്ടേക്കണം. കാക്കനാട് ലാബിലോട്ട് വിടണ്ട, അവിടെ എന്തൊക്കെയോ ഡിലേ ഒക്കെ ഉണ്ട്. താനൊരു കാര്യം ചെയ്യ്, നേരെ ചെന്നൈക്ക് വിട്ടു. ഒരു 10-12 ദിവസം ഡിലേ ഒക്കെ കാണത്തുള്ളൂ. എന്തായാലും അതുവരെ അവന്മാരെ പാസ്പോർട്ട് മേടിച്ചു വെച്ചേക്ക്. പിന്നെ എല്ലാ 2 ദിവസം കൂടുമ്പോൾ സ്റ്റേഷനിൽ ഒന്നും സൈൻ കൂടെ ചെയ്യാൻ പറഞ്ഞേക്ക്. ഓക്കെ സാർ, ഉറപ്പായിട്ടും പറയാം. ചെയ്യണം കേട്ടോ, NDPS ആ. ഓക്കെ ഓക്കെ. തൻ്റെ അമ്മൂമ്മ മരിച്ചിട്ട് 16 നിന്ന് കഴിഞ്ഞിട്ട് വീണ്ടും 2 ആഴ്ചയായില്ലേ? ഷേവിങ് അലവൻസൊക്കെ വാങ്ങിയിട്ട് താടി അവിടെയൊക്കെ തന്നെ ഉണ്ട്. എടോ, പോലീസുകാരാകുമ്പോൾ ഒരു പരസ്പര ധാരണയൊക്കെ ഉണ്ട്, ഗീവ് ആൻഡ് ടേക്ക് പോളിസി, മനസ്സിലായോ? പിന്നെ താന് വളർന്നു വലുതായി എന്നെ പോലെയൊക്കെ ആകുമ്പോൾ ഇതൊക്കെ ഒരു ശീലമായിക്കോളും. ഇനി ഇതുപോലെയുള്ള കേസുകളുണ്ടെങ്കിൽ എന്നോട് തന്നെ വന്ന് പറയണം. ഇപ്പൊ പോകോ. അതെ, നാട്ടുകാരങ്ങനെ പലതും പറയും. അതും ആലോചിച്ചോണ്ട് ഇങ്ങനെ വലിച്ചു കൂട്ടിയില്ലാത്ത അസുഖം ഉണ്ടാക്കി വെക്കണ്ട. നമ്മുടെ മോനെ നമുക്കറിയത്തില്ലേ, അവനവന്റെ സന്തോഷത്തിനുണ്ട് കൊടുത്തതാ. എന്താണേലും എന്റെ മോൻ അങ്ങനെ ഒന്നും ചെയ്യത്തില്ല, എനിക്ക് നല്ല ഉറപ്പാ. ഏതായാലും ടെസ്റ്റിന്റെ റിസൾട്ട് വരുമല്ലോ, അതിനകത്തൊന്നും കാണത്തില്ല, നോക്കിക്കോ. അതിനകത്തുണ്ടെങ്കിലോ? സ്വിച്ച് ഓഫ് ആണ്. എന്തിനാണോ താനിതൊക്കെ എനിക്ക് കൊണ്ടെത്തുന്നത്? വേറെ എന്തെല്ലാം ഗിഫ്റ്റ് ഉണ്ടാ ദുബായില്? ഒരു ഗ്ലാസിനകത്തിരിക്കുന്ന ബുർജ് ഖലീഫയോ അല്ലെങ്കിൽ ഒരു കുഞ്ഞൊട്ടകത്തിന്റെ പുറത്ത് ഈന്തപ്പഴം കഴിച്ചുകൊണ്ടിരിക്കുന്ന അറബിയുടേതായാലും കുഴപ്പമില്ലായിരുന്നു. ഇതിപ്പോ എന്റെ ഗുണത്തി കുരുവെന്ന് പോലായല്ലോ. ഡോക്ടർ, ഞാൻ അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ലോ. എന്ത്? ഈ പിടിച്ചെടുത്ത ചുക്ക പരിശോധനയ്ക്ക് അയക്കുമ്പോൾ വരുന്ന റിസൾട്ട് നമുക്കെതിരെയാണെങ്കിൽ കേസിന്റെ റൂട്ടങ്ങ് മാറും. അതായത് UAE എന്ന രാജ്യത്തിൽ നിന്നും നെടുമ്പാശ്ശേരി വിമാനത്താവളം വഴി ഇന്ത്യ എന്ന മഹാരാജ്യത്തേക്ക് മയക്കുമരുന്ന് കടത്തിയെന്നായിരിക്കും കേസ്. അത് കൊണ്ടുവന്ന ഷെഫീഖ് ഷംസുദ്ദീൻ 1-ാം പ്രതി, അത് കൈവശം വെച്ച ഡോക്ടർ 2-ാം പ്രതി. സംഭവം കുടുങ്ങും. എടോ, തന്റെ കുരു ഞാൻ എടുത്ത് കളഞ്ഞല്ലേ ഉള്ളൂ, അല്ലാതെ പുതിയ കുരു ഒന്നും ഞാൻ ഫിറ്റ് ചെയ്ത് തന്നിട്ടില്ലല്ലോ. എന്നോട് എന്തിനീ ചതി ചെയ്തു? എടോ, ഈ തന്നയച്ചാളെ തനിക്ക് ശരിക്കും അറിയോ? ഇനി അയാൾ തന്നെ കൊടുക്കാൻ വേണ്ടി തന്നാണെങ്കിലോ? ഇല്ല, നവാസ്ക ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. എന്നാ നീ ആ നവാസിനെ ഒന്നും വിളിക്ക്. വിളിക്കാ തോലിഞ്ഞവരെ. കിട്ടുന്നില്ല. വക്കീല് കിട്ടത്തില്ല. നമസ്കാർ. ഹലോ, നമസ്കാർ. മൊത്തം പ്രശ്നമാണ്. ഇക്കത് നോക്കില്ല, ചുക്കിടലിക്ക. നീ രമേശ് പിഷാരന്റെ പ്രാസം പറഞ്ഞ് കളിക്കാത്ത കാര്യം എന്താന്ന് പറയണ ഇറക്ക. തുംസെ മിൽനെ ദിൽ കഹതാ ഹൈ ഹബീബി, തുംസെ എന്തൊക്കെയുണ്ട് മുത്തേ? ഷജിറേ മോനെ. എടാ, അതെ, നമ്മുടെ ഈ ചുക്കയില്ലേ, നമ്മുടെ ഇറാനിയുടെ കടയിൽ നിന്ന് വാങ്ങിച്ച ചുക്ക, അതിനകത്ത് മയക്കുമരുന്നൊന്നും ഉണ്ടാവില്ലല്ലോ അല്ലേ? അങ്ങനെയൊന്നും പറയാൻ പറ്റൂലക്ക. അതെന്താടാ? പ്രധാനമായും ഇറാനിയുടെ കടയിൽ 3 രാജ്യത്താണ് ചുക്ക വരുന്നത്. പക്ഷേ ചില ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്ന് ചുക്ക വരുന്നത്. അത് കുഴപ്പാ, ഒന്നും പറയാൻ പറ്റൂല. എന്തേ? എടാ, അതെ, നമ്മളാ ഇറാനിയുടെ കടയിൽ നിന്ന് ചുക്ക വാങ്ങിച്ചിട്ടാ പോയതേ ഷഫീഖ്. ഷഫീഖിനെ നാട്ടില് പോലീസ് പിടിച്ചടാ. അല്ലാ, പിടിച്ചാ പാവ ഷഫീഖ് പെട്ട്. ഞാൻ എന്തായാലും ഒരു സമാധാനത്തിന് ആ ഇറാനിയുടെ കട വരെ ഒന്ന് പോയി നോക്കുക. അപ്പൊ നിങ്ങള് കാര്യങ്ങളൊന്നും അറിഞ്ഞില്ലേ? നമ്മുടെ ഇറാനിയുടെ ചുക്കക്കട പോലീസ് വന്ന് പൂട്ടിച്ച്. അവിടെ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. ഞാൻ അപ്പോഴേ പറഞ്ഞില്ല, ആ നായിന്റെ മോനെ വിശ്വസിക്കാൻ പറ്റൂല. ഭൂലോക ഫ്രോഡാണ്, വെറും തറ ഫ്രോഡ്. ഓക്കേടാ.
നമസ്കാരം. കട്ടാവുന്നിരുന്നോ ഫോൺ നിനക്ക്? സ്പീക്കർ നമസ്കാരം. മോനെ ഷഫീഖ്, എടാ 3 രാജ്യങ്ങളിൽ നിന്നാണ് ഈ ചുക്ക വരുന്നത്. അത് ഈ തുർക്കിയും ജോർദാനും ആണെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ ചില ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്ന് വരുന്നതാണെങ്കിൽ പ്രശ്നമാടാ മോനെ. ഇക്ക ഞാൻ ഏത് ചുക്കയാണ് അവിടുന്ന് കൊണ്ടുവന്നേ? അതാ മോനെ പ്രശ്നം. നമ്മൾ ലൂസായിട്ടിരുന്ന ചുക്കയല്ലേ വാങ്ങിച്ചത്, ഏതാന്ന് അറിയത്തില്ല. നിങ്ങൾ ആ ഇറാനിയുടെ കടയിൽ പോയിട്ട് ചോദിക്കേ. മോനെ, ഞാൻ ആ ഇറാനിയുടെ കടയുടെ മുമ്പിലാണ് നിൽക്കുന്നത്. ഈ കട പോലീസ് ഒന്ന് പൂട്ടിച്ചു. ഇവിടെ എന്തൊക്കെയോ പ്രശ്നമുണ്ടടാ മോനെ. എനിക്കാണെ ടെൻഷൻ അടിച്ചിട്ട് വയ്യ. മോനെ ഷഫീഖെ, നാട്ടിലെന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലും ഈ കട പേര് പറയല്ലേടാ. അറിയാലോ, പെങ്ങടെ കല്യാണമൊക്കെ ഉറപ്പിച്ചു വെച്ചേക്കുന്ന സമയാ. മോനെ ഷഫീഖെ, പറയല്ലേടാ. ഹലോ. എടോ സുരേഷ്, എന്താണോ ചെയ്യുക? അതെ, ഞാനൊരു കാര്യം പറയാം. പറയണ്ടെന്ന് കരുതിയതാ. എന്താ സംഗതി? ഈ കേസ് ഇപ്പോ ഇന്റർനാഷണൽ. ഞാൻ അറിഞ്ഞത് വെച്ച് ഈ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്ന് വരുന്ന ഇമാതിരി സാധനങ്ങളിൽ കാറ്റ് ലീഫിന്റെ കണ്ടന്റ് ഉണ്ടാവാൻ സാധ്യത വളരെ കൂടുതലാണ്. അത് ഇന്ത്യയിൽ നിരോധിച്ചതുമാണ്. അപ്പൊ ടെസ്റ്റ് റിസൾട്ടിൽ ഇനി അതുണ്ടെങ്കിൽ പത്രവാർത്ത വരും. നിങ്ങൾ അകത്താകുകയും ചെയ്യും. അയ്യോ, ഇനിയിപ്പോ എന്ത് ചെയ്യണോ? 2-3 ദിവസം കൊണ്ട് മാറി നിന്നാലും നിങ്ങൾ മണ്ടത്തോടൊന്നും കാണിക്കല്ലേ. എവിടെ മാറിയിക്കേ? നിനക്ക് സന്തോഷമായില്ലടാ? സന്തോഷമായില്ലേ? എന്റെ അപ്പനപ്പൂപ്പന്മാരായിട്ട് കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഒരു പ്രസ്ഥാനമാ നിന്റെ ഈ ഒരൊറ്റ മൂലക്കുരു കൊണ്ട് ഇല്ലാതാക്കിയത്. ഷഫീഖിന് ഇപ്പൊ വളരെ സന്തോഷമായല്ലോ അല്ലേ? സഹോദരി, സഹോദരി, സഹോദരി ഷഫീഖ് സഹോദരന് ദുരന്തം ഉണ്ടായിട്ട് ഞാൻ അറിയുന്നു. എനിക്ക് വെളിപാടുണ്ടായി, പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നതാണ്. ഹുക്കയുടെ റിസൾട്ട് എന്തായി? റിസൾട്ട് വന്നിട്ട് അറിയിക്കാട്ടോ. ശരി സഹോദരി. ഉറങ്ങിക്കിടന്ന് എന്നെ വിളിച്ചെണിപ്പിച്ചിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് നീ വിട്ടോട്ട് വാ. കുറെ വെളിപാട്. മനുഷ്യൻ നാണം കെടുവാ.